ഹേ ഹായ്. അപ്പം ഇന്ന് ഗൈസ് അപ്പം നമ്മൾ 5 ആളും കൂടി എവിടെയാ വന്ന് ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, നമ്മളെ ഞാനുണ്ട്, കാർത്തികുണ്ട്, അനന്തും ഉണ്ട്, പിന്നെ ഒരു സുജു ഉണ്ട്, നമ്മളെ വീഡിയോയിൽ എപ്പോഴും വരുന്ന പ്രണവ് ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ വണ്ടിയിൽ സെറ്റായി അവന്മാരെ കാത്തിക്കാം. ഓക്കെ, എൻ്റെ വണ്ടി തൽക്കാലം അവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴെ തന്നെ 3 വണ്ടിയുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നേരെ പോവാ. എവിടെയാ പോകുന്നത്? ചായ ഹട്ടി ഇങ്ങോട്ടല്ല, അങ്ങോട്ട് ചായയിലായിരിക്കും പോവാ. ഗൈസ് നമ്മൾ 5 ആൾ പോയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾ പറയും കബാബ് പോവാ, ഒരാൾ പറയും ചായ ഇട്ട് പോവാ, ഒരാൾ പറയും ഇവിടെ വേറെ ചായ പിടിക്കാൻ പോവാ. ഇപ്പം നമ്മൾ സ്റ്റക്കായി പെട്ടിട്ടേ ഇല്ല. അധികം തീരുമാനം ഉണ്ടാവുക ഞാൻ പറയട്ടെ. ഇപ്പം നമ്മൾ എന്തായാലും കബാബ് പാലയിലേക്ക് പോയത് ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കബാബ് പാലയിൽ പോവാന്ന്. എന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ടിൻ്റെ സ്ഥലമാണ്, കുറേ കാലം കാണുന്നുണ്ടായിരുന്നു. കബാബ് കഴിക്കണമെന്ന് ഭയങ്കര എന്തോ മൂടുണ്ട് ഇപ്പം. ഇവന്മാരാന്ന് ഇതാ ഓരോരുത്തർ ഫോണിൽ വിളിക്കുന്നുണ്ട്. പറ സുജു വന്നു. ഇനി നമുക്ക് ആടുന്ന് കോൺഫിഡൻസ് ഇടല്ലേ. അപ്പം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകാമെന്ന 5 ആൾക്കും 5 ഒപ്പീനിയൻ ആയിരിക്കും അല്ലേ? അതാണ് പ്രശ്നം. കാർത്തികാണ് നമ്മളെ ലീഡർ. കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്രസീൽ എടേ ആക്കി പറഞ്ഞ. ഓക്കെ, നമുക്ക് പോവാം. വയസ്സ് അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ പ്ലാനിങ്ങിന് ശേഷം കാർത്തിക്കും പ്രണവും അനന്തും ഞാനും സുജയ് ചായൻ്റെ വിത്തൗട്ടോ മധുരം ഇല്ലാതോ നോക്കാൻ പറ്റുന്നുണ്ട്. ഒരാളിവിടെ പ്രവണ അടിച്ച് കയറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞു അതിനിടയ്ക്ക് മഴയും പെയ്പ്പിച്ച് അല്ലേ? എങ്ങനെയുണ്ട് ബ്രൗണി? പ്രശ്നം നമ്മളെ 2 ചായ. അനന്തൊരു അനന്തൊക്കെ കട്ടൻ കുടിക്കുകയാണെങ്കിൽ അല്ല, ഈ വൈകുന്നേരം എൻ്റെ അമ്മേനെ ചായ കുടിച്ചു കട്ടനാക്കി കഴിച്ച്. അനന്തെല്ലാം മെയിനായി കട്ടൻ. പ്രണവും കാർത്തിക് ഉണ്ട്. നമ്മൾ ഇതെന്തോ മക്രോണീൻ്റെ എന്തോ ഇവർ പറഞ്ഞിട്ടുണ്ട്. മക്രോണി രസമുണ്ടോ? സൂപ്പറാ. 200 എടുക്കായിരുന്നു. എന്തേ കുറ്റം പറയാനേ? പറ. 200 ശരിക്കും പറഞ്ഞാൽ വാല്യൂ ഫോർ മണി. 4 പീസ് ഉണ്ടായി. പക്ഷേ ഇവൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എടുക്കുന്നതാണ്. അത്രയ്ക്ക് ഞാൻ ഇതാണ്. അതറിയില്ല. സുജുവലാട് അടിയോടടി. കാർത്തിക് പ്രണവും 1 മണിക്കൂറിന് ശേഷം നമ്മൾ 1 മണി എത്ര മണിക്ക് കഴിഞ്ഞ്? 1.5 മണി 5 മണിക്ക് കഴിഞ്ഞതാ. 6:48 ചുറ്റി അത്രയും സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു. അതിനോടൊക്കെ നമ്മൾ നീന്താനും പോയി അല്ലേ? പറ. ഇതിൽ ചിക്കൻ ഒട്ടുമില്ല, പിന്നെ നേരത്തെ ആക്കിയ പോലെ ഉണ്ട്. കാർത്തിക് പിന്നെ ലവിന്റെ ഷേപ്പിലെ കട്ട്ലറ്റെല്ലാം വാങ്ങിക്കുന്നുണ്ട്. എന്നാ അറിയില്ല. കാർത്തിക് ലവിന്റെ ഷേപ്പിലെ കട്ട്ലറ്റ് അല്ല, ചിക്കൻ കട്ട്ലറ്റ് എന്നല്ല പറഞ്ഞു. വെജാ? തീർത്തും എല്ലാവർക്കും കൊടുക്കുന്നില്ലേ? ആർക്കും കൊടുക്കാണ്ട് തീർത്ത് ബ്രൗണി. ഇന്ന് 4 മണിക്കൂർ അലാറം അടിച്ചിനി. പറയല്ലേ? ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുന്നത് ഭയങ്കര വൈകിട്ടാണ്. 2 മണിക്ക് കടന്നുറങ്ങി. പാടെല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഞെട്ടി എണ്ണിച്ച്. ചിക്കൻ അല്ല, കട്ട്ലേറ്റില്ല. എന്നാ ബ്രെഡ് എന്തോ കംപ്ലൈൻറ്റ് പറയാൻ പോയിട്ടുണ്ട് ഒരുത്തൻ. അതെയാ? അയ്യോ. പിന്നെ ഇന്ന് രാവിലെ 4 മണിക്ക്, അതായത് ഞാൻ ഇന്ന് എൻ്റെ പഴയൊരു ഫോണുണ്ട്, അത് അധികം യൂസ് ചെയ്യുന്നില്ല. അതും ഈ ഫോണും ഞാൻ ഇപ്പം വ്ളോഗ് ചെയ്യുന്ന ഫോണും അതിൻ്റെ സൗണ്ടും ഒരുമിച്ച് 3 എണ്ണം. ഞാനൊരു ഞെട്ടലങ്ങ് ഞെട്ടീനി. നിങ്ങൾ ഞെട്ടീനാ ഇന്ന്? ഞെട്ടിയിട്ടൊന്നുമില്ല. ഞാൻ കേട്ടത് അതിലെ ടെക്സ്റ്റ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നല്ല മറ്റേ ഫോണിൽ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലായി. ഞാൻ ഓഫാക്കി കിടന്നു. അത്രയും ഞാൻ 100% വെച്ച് ആറ്റം ബോംബ് വീണതാണ്. ആറ്റം ബോംബ് പോകാൻ തുടങ്ങി ചാടണം, വീട് ഓടിപ്പോണെന്ന് ചോദിച്ചാൽ
ചോദിച്ചതേ അത്രേ ഇല്ലൂ. ഞാൻ വിളിച്ച് തല്ലാനും പോകുന്നു. തിന്നണ്ട, എനിക്ക് പിടിക്കുന്നില്ലേ തിന്നണ്ട അല്ലേ? ഞാനും അങ്ങനെ, അതായത് പെട്ടെന്ന് വന്ന ഒച്ച അപ്പശീൽ ഇപ്പൊ തുടങ്ങിയെന്നു അല്ലേ? ചായ കട്ടൻ ചായ കട്ടൻ ചായ സോറി. ഇത് കോമഡി ഇതാണ്. എനിക്ക് സ്ട്രോങ് ചായ ഭയങ്കര വെറുപ്പാണ്, പക്ഷെ കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനിടക്കില്ലേ കുറേ ബംഗാളികൾ പിന്നെ ചെറുപുഴ നല്ല ഒഴുക്ക്, അതിൽ തുള്ളി കളിക്കുന്നു. ആ ഒഴുക്കിൽ തുള്ളുന്നവർ ഭയങ്കര ഇതുപോലെ, അതായത് നീന്താനിലൊരു ത്വര പോലെ ഇങ്ങനെ ഒറ്റ തുള്ളല അടുത്ത്. എന്നിട്ട് കമൻ്റ് ഉണ്ടായിന് ഇതിലെ പോയാൽ ബംഗാൾ ഉൾക്കടലെത്താന്ന്. ഇപ്പം പോയാൽ പ്രണവിടെ ഒന്നും അറിയാണ്ട് ചായ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നൊന്നുമില്ല ഇന്ന് പ്രണവ്. എപ്പോഴും കാമല്ലേ, ശ്മശാനല്ല നിനക്കെന്നെ സമാധാന പ്രിയനാണ് നമ്മളെ പ്രണവ്. ഒന്നിനും മിണ്ടൂല, ഒന്നിനും റിയാക്ട് ചെയ്യില്ല. ഭയങ്കര കാമിനെന്ന് മാറി പള്ളി സൈലന്റ്, ഭയങ്കര സൈലന്റ്, ശാന്തൻ, ഭയങ്കര സൈലന്റ്, ശാന്തനാണ്. ശാന്തനും സുമുഖനും. സുമുഖനല്ല, അതൊന്നുമല്ല, സുരേന്ദ്രൻ. അതെയാ എനക്കറിയില്ലാണ്ടാ, ഞാൻ പറഞ്ഞു എന്നാളായത്. കാർത്തിക് അടിച്ചിരിക്കുന്നത്. ഇനി കാർത്തികിനെ പറ, രണ്ടു വാക്ക് പറ. പരമശിവന്റെ മകനാണ് കാർത്തികിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. മറ്റേ ചായ പരിധിയിൽ ചായ പൊടി വിശ്വസിക്കാനാണ് കാർത്തിക്. എന്ത് സത്യം പറഞ്ഞാൽ ഇവന് പരീക്ഷക്ക് കോപ്പടിക്കാൻ നോക്കിയാൽ പോലും ഈ ഉണ്ടാക്കാൻ സഹായിക്കൂല. അത്രക്ക് വലിയ ചതിനാണ്. പിന്നെ ബാക്ക് തന്നെ ഉണ്ടായി, എന്നിട്ട് ഇതാക്കില്ല. ഏതൊരു പരീക്ഷ ഞങ്ങൾക്ക് ഓർമ്മയില്ല, പക്ഷെ ഓർമ്മയുണ്ട്. നീ ഉണ്ടായടാ അതന്നെ. അപ്പൊ നീ സഹായിച്ചില്ല. എന്നാടാ ഇങ്ങനെ സഹായിക്കാണ്ടിരിക്കല്ലോ അവൻ. ഞാൻ എല്ലാവരും സഹായിക്കലുണ്ട് എക്സാമിനല്ല. അത് ഇപ്പൊ പറയാല്ല. എന്നോട് ചോദിച്ചവർക്കെല്ലാം ഞാൻ പറഞ്ഞു, അങ്ങോട്ടും ചോദിച്ചിട്ടുണ്ട്. കാർത്തിക് ബുജ്ജിയാന്നല്ലയോ? മാരണ ബുദ്ധി, പക്ഷെ ബുദ്ധി മാത്രമേ ഇല്ലൂ. പഠിക്കാൻ മാത്രമേ ബുദ്ധിയില്ലൂ, ബാക്കിയൊന്നും ഇല്ല. അതെന്നാളാ സത്യം മാത്രം ഞാൻ പറയൂടാ. സുജുവിനെ നേരിട്ട് എന്തോ പറഞ്ഞേ? സുജു എന്ന് പേര് പറഞ്ഞപ്പോ ഞാൻ പറ്റി പുതിയ നമ്മളെ ഗ്രൂപ്പിൽ പെണ്ണൊന്നും നമുക്കറിയുന്ന സുജു ആയിരുന്നു. പണ്ടേ അറിയുന്ന ഇവനാ. ഇവനെ ഏട്ടനെ എനിക്കറിയാൻ പോകുന്നുണ്ട്. ഏട്ടൻ്റെ ഞങ്ങൾക്ക് ഓർമ്മയില്ല, വേറെ ഓർമ്മയില്ല. എന്നാലും വൈശാഖ. എന്റെ പേര് നിന്റേത് സുജയ് വിജയ് അജയ്. സുജു പറഞ്ഞു പേരുമായിട്ടേ എൻ്റെ ഏട്ടൻ്റെ പേര് എൻ്റെ പേരുമായിട്ട് സാമ്യമുണ്ട്. നിന്റെ പേരെന്ന് വെച്ചു പേരോട്. എന്നിട്ട് പറഞ്ഞു സുജയ്. അപ്പൊ നിന്റെ ഏട്ടൻ വിജയ്. നാച്ചുറൽ കണക്ഷനാണ്. വിജയ് സേതുപതിയാ എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ വിജയ് സേതുപതി ഹീറോ ആവുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര ബോറാ ഹീറോ. പക്ഷെ വില്ലനാകുമ്പോല അതേമേ എന്തോ പറഞ്ഞു അവിടെ എത്തി. ഇപ്പൊ വിജയ് സേതുപതി വില്ലെന്നല്ല എത്തി. വിജയ്, സുജയ്, അജയ്. ഇറങ്ങിട്ട് എന്താക്കണ്ട് നിനക്ക് വീട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കൂല. ഇവൻ വീട്ടിൽ പോയിട്ട് എന്നായിരിക്കും പ്ലാൻ? അനന്തു ഇപ്പം ഭയങ്കരമായിട്ട് വീട്ടിൽ പോകാൻ തിരക്കൂട്ടുന്നുണ്ട്. എന്നായിരിക്കും പ്ലാൻ കാർത്തിക? എന്നാ വീട്ടിൽ പോയിട്ട് എന്നായിരിക്കും പറയാൻ ഗെയിമിങ്, ഒറ്റ പ്ലാൻ ഗെയിമിങ് അല്ലേ? അല്ലേ? ഇന്ന് ഗെയിമിംഗ് ഇല്ല. ഇന്ന് വെറുതെ ഇരിക്കാൻ പോയത്. ഒരു മൂഡില്ല ഇന്ന്. ഉറപ്പ്. രാവിലെ എണീച്ചപ്പോൾ ഗെയിം കളിക്കാൻ തുടങ്ങി. പക്ഷേ കുറച്ച് മൂഡ് പോയിക്കണം. ഭയങ്കര എന്തോണല്ല. എനിക്ക് വെറുതെ ഇന്ന് ഈ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയും പോകാനും പറഞ്ഞു. ഇന്ന് ചെയ്യുമ്പോൾ കുളത്തിൽ പോകാനും പറഞ്ഞു. എനിക്ക് കുളത്തൊന്നും പോകാൻ പറ്റില്ല. അമ്മീ വരുമ്പോൾ നീന്താനേ അറിയില്ല. അപ്പോൾ നമ്മളിടുന്ന് ചായ കുടിച്ച് പണിക്കും. മഴ പെയ്യാൻ തുടങ്ങി. നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. സുജി എന്നൊന്നും പറയാത്തേ? പറ. നമ്മളിന്ന് കുളത്തിൽ പോയി നീന്തിയിട്ട് വന്നതാ അല്ലേ? അല്ല എന്ത് എന്ന് പറയണ്ടേ? അല്ല എന്ത്
മാങ്ങ കഴിച്ചോ. അനന്തൂര് ഫാൻസ് കൂടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പറയുന്നത് അനന്തൂരപ്പുരം വ്ളോഗ് എടുക്കണം, അനന്തൂരപ്പുരം വ്ളോഗ് എടുക്കണം എന്ന്. ഞാൻ ഭയങ്കര ഫാൻസ് എല്ലാം കൂടെ ഞാൻ ഭയങ്കര എനിക്ക് പണ്ടറിയുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ കൊമ്പമീശ മുറിക്കണം ഒരു അതൊക്കെ ചെയ്യില്ല. എൻ്റെ ഫേസ് ആയി കൊമ്പമീശ ഫേസ് ആണ്. അതൊക്കെ മാറ്റില്ല. വേറെന്ന് പറഞ്ഞാലും അത് മാറ്റം മാറ്റില്ല. അതാണ് ചെക്ക വേണം താടി മുറിക്കും, മീശ വെക്കും, വേണം മീശ നടുക്കേ പഠിക്കും, മീശ നടുക്കേ പഠിക്കും അല്ലേ? അങ്ങനെയാണ് സംഭവം. അപ്പം നമ്മൾ ചായനും കുടിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒരു 2-3 അടി കടണം, അത്രയേ ഉള്ളൂ. എന്നാ ആർത്തിക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് ചെയ്യാം. അപ്പം നമ്മൾ ഗാന്ധി പാർക്കിൽ ഇങ്ങനെ പോവാം. സോ ഈ ഹോസ്പിറ്റലിൽ വരുന്ന സഭയല്ലേ? നമ്മൾ സഭേൻ്റെ മുന്നിലെ ഗാന്ധി പാർക്കിലുള്ള. അപ്പം ഇങ്ങനെ പോവാം, എല്ലാവരും ഉണ്ട്. എന്നാ പോയി ഞാൻ വീണിട്ടുണ്ടായിട്ടാ. അതാണ് ഈ കാർത്തിക്ക് വണ്ടി ഓടിക്കാറില്ല. ബാക്കിൽ ആരും ഇല്ലാത്ത ഇത് ഞാൻ ഓടിക്കേ. എപ്പോൾ നിർത്തും ഒറ്റ പോലെ 100 ഓടിക്കാൻ സ്പീഡ് എടുക്കുന്നതിനെ പോയാൽ ഞാൻ വീഴുന്നേണ്ടായിട്ടാ. അത്ര നല്ല ഡ്രൈവറാണ്. എനിക്ക് പിടിക്കേ വേണ്ട. നീ ഒന്നും കൂടില്ല. നീ വണ്ടി ഞാൻ ഓടിക്കും, നിങ്ങൾ ബാക്കിലായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എടുക്ക് നമുക്ക് പുതിയൊരു സാധനം കിട്ടി ഗാന്ധി പാർക്കിൽ. അതായത് ഇങ്ങനെ തൂങ്ങി 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 പോണം. അനന്തൂരാ എടുക്കാൻ? ഞാൻ അടുത്ത് നോക്കിയാലോ? സുജു അടുത്ത് സുജയ്. കാലൂത്തല്ല അടുത്ത അനന്തു. ആ ലെറ്റ്സ് ഗോ. ആ പോയി. ഇല്ല ഗൈസ്, നമ്മൾ 8 ബോൾ പോൾ ബില്ലിയാർഡ്സ് കളിക്കാൻ പോവാം. ഓക്കെ, എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മൾ പയ്യന്നൂർ പഴയ മണ്ണിലെത്തിയിട്ടാണ്. മുകളിലേക്ക് ഒരു ഗെയിമിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കളിക്കാം. ഓക്കെ, പെയ്യപ്പെടാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ 8 ബോൾ പോൾ കളിക്കാൻ പോകുന്നത് അതിൻ്റെ കോയിൻസ് കിട്ടി. പറ. ഞാൻ VR കളിക്കാൻ പോയത്. VR നമ്മളിത് കളിക്കാൻ പോവാം. അത് എക്സ്പീരിയൻസ് ആ ഗെയിം, മറ്റേ ഗെയിമാണ്. നോക്കാം നമുക്ക് ഇത് ഏതാണ് ഈവൻറ്റ്. അനന്തുവിന് നമുക്ക് 4 കോയിൻ കൊടുക്കാം. അനന്തു ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? 3 കേട്ടോ. അനന്തു ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. സോംബിയ അത്ത മോനെ. അനന്ത് കയറലായി. VR കയറലായി ഇപ്പം കണ്ടോ. ഇതിന് കണ്ണടി ഇട്ട് കൊടുക്കാൻ. സോ ഗെയിം ഭ്രാന്തനായോണ്ട് ഇവൻ ഇതെല്ലാം ചെയ്യുന്നത്. സോംബിക്കൽ ഇതാണ് അവൻ കളിക്കുന്നത്. അതായത് കുറേ എക്സ്പ്രഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം നമുക്ക്. കേസ് ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ നെഞ്ചത്തേക്ക് വെടി വെക്കുന്നു. പക്ഷേ ഉണ്ടോ ഇങ്ങോട്ടെല്ലാം വെടി വെക്കുന്നുണ്ടോ? ആ സ്ക്രീനിൽ നമുക്കെല്ലാം കാണാൻ പറ്റും. ഉണ്ടോ ഇതെല്ലാം അവൻ വെടി വെക്കുന്ന. എങ്ങനെയുണ്ട്? ബോക്സിംഗ് ആയിരിക്കും. അതാണ് ബോക്സിംഗ് രസം കുറച്ചും കൂടെ. എങ്ങോട്ടെല്ലാം വെടി വെക്കുന്ന? ഇങ്ങോട്ടാ നമ്മൾ 8 ബോൾ പോൾ കളിക്കാൻ പോകും. ആ കളി അറിയാം എന്താവും. കാർത്തിക്കട അടിക്കാൻ തുടങ്ങിയിട്ട് ഐസ് ഇവിടെ ഒരാൾ യൂട്യൂബെല്ലാം നോക്കിയാൽ കളിക്കുന്നുണ്ട്. പ്രണവ് ഇത് ഇടുവോ നോക്കാം. അനന്തോന്നാ കഴിഞ്ഞ കന്നഡ നോക്കാം. വീഴുവാ വീഴും. ഐസ് കാർത്തിക് അടിക്കാൻ മതി. ഇത് ഇട്ടിട്ട് എങ്ങനെ ഞാൻ കൊല്ലും. ലാസ്റ്റ് പോളാ. വീണു. പവളാവുക ഇല്ല. ഐസ് അങ്ങനെ 2 കളിയിൽ നമ്മൾ ജയിച്ചു. തോറ്റു അല്ലേ? അതെ, എന്നിട്ട് പേര് തോറ്റു. ഭാഗ്യം എന്ന് പറഞ്ഞ ഭാഗ്യടല്ലേ ഐസ്. അങ്ങനെ ബില്ലിയാർഡ്സിൽ ഞാൻ ഇല്ല ടീമിൽ 2 വട്ടം ജയിച്ചു. ഞാൻ 3 വട്ടം ജയിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇവൻ ജയിക്കാൻ വേണ്ടി ടീം മാറ്റി എന്നിട്ടും തോറ്റു. ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ക്രിക്കറ്റാ. അതെന്ന് പറയല്ലേ ഞാൻ 6 അടിക്കും. അതൊരു പ്രോമിസ് അല്ല. നോക്കാം. അനന്തുവിൻ്റെ ഇത് കാണാം. നമുക്ക് നോക്കാം. 2ാമത്തെ ബോൾ അടിക്ക് നോക്കാം. അടി. അതും പോയി. അടി.
ഇപ്പം അടുത്തത് അടി ഇതെല്ലാം വിടുന്നുണ്ട്. നെക്സ്റ്റ് അതും വിടുപ്പോ. അങ്ങനെ എല്ലാ ബോളും കഴിഞ്ഞ് കാർത്തിക് കയറുന്നത്. കാർത്തിക് അടിക്കോ നോക്കാം. നല്ല കാറ്റുണ്ടായിരുന്നു. അതെ എല്ലാം കാറ്റിട്ട് കളിക്കാറില്ല. അടുത്ത കാർത്തിക്. ആ ബോളിരുന്നോ അടി. ഓ നെക്സ്റ്റ് ബോൾ അയ്യേ. നെക്സ്റ്റ് അടി അയ്യേ അതും പോയി. ഓ പൊളിച്ചു. ഓ 2 റണ്ണ് കഴിഞ്ഞാ ഞാൻ നമ്മുടെ സൗരവ് കളിക്കുകയാണ്. സൗരവ് ഫസ്റ്റത്തത് അയ്യോ കൊണ്ടിട്ട് മിസ്. ബാറ്റ് ശരിയില്ല. ഇത് ഓക്കെ ഇനി 3 കൂടി. സെക്കൻഡ് വരുന്നുണ്ട്. അയ്യോ കൊണ്ടു. എത്ര റണ്ണ്? 2 റണ്ണോണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് കാർത്തികിനാണ് 2 റണ്ണോട്. മൂന്നാമത്തെ അടിച്ചു. എത്ര റണ്ണ്? പിന്നെ 2 റണ്ണ്. സൗരവ് നമ്മളെ തോപ്പിച്ചിരിക്കുകയാണ്. ഒന്നും കൂടെ അടിച്ചു. ലാസ്റ്റ് അടിച്ച് 3 അല്ലേ 7 അരി ജയിച്ചു. നീ 7 റണ്ണോടെ ജയിച്ചിരിക്കുകയാണ്. സച്ചിൻ തെണ്ടുൽക്കർ. കാർത്തിക് ഞാൻ റിട്ടയറായിരുന്നു. നല്ല ബാറ്റ്. മറ്റേ നല്ല ബാറ്റ്. അങ്ങനെ തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിച്ചു. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് പോയാം. സോ അടുത്ത വ്ളോഗിൽ നടക്കണം. ബൈ.